പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 4-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുരുപാലിച്ചു അല്ലേ? എത്ര അത്ഭുതമനായിട്ടാണ് കർത്താവ് നടത്തിയത്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവിന്, ഓരോ നാളും നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന നല്ല കർത്താവിന് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. 109-ാം സങ്കീർത്തനം 30-31. ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അതെ, ഞാൻ പുരുഷാരത്തിന് നടുവിൽ കർത്താവിനെ പുകഴ്ത്തും. കർത്താവ് എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിന് സന്തോഷത്തോടെ ഒന്നുകൂടെ സ്തോത്രം പറയാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. നമുക്കായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷനും പ്രൊവിഷൻസും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, യൂറിനറി ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരായുള്ള സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. യൂറിനറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അതുപോലെ കിഡ്നിക്കകത്ത് സ്റ്റോണായിട്ട് ബുദ്ധിമുട്ടുന്നവർ, ഗോൾ ബ്ലാഡറിനകത്ത് സ്റ്റോണായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഒക്കെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ആ സ്റ്റോണുകളുടെ പ്രോബ്ലം യേശുവിൻ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. അത്ഭുതകരമായ സൗഖ്യം അതിന്മേലും കർത്താവ് കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവിക അത്ഭുതം, പ്രത്യേകിച്ച് കർത്താവെ സാമ്പത്തികമായ വിഷയങ്ങളിലൂടെ അവർ പല രീതിയിൽ അഭിമുഖീകരിക്കുന്നത് യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഇന്ന വിഷയമെന്നല്ല, എന്ത് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടാണോ നിൻ്റെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്നത്, അതിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ ഇന്ന് പകൽ സംഭവിക്കട്ടെ. കർത്താവെ, ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. സൂപ്പർ നാച്ചുറലായ ഒരു പ്രൊവിഷൻ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. പത്രോസിന് വേണ്ടി ചുങ്കം കൊടുക്കുവാൻ, കരമടയ്ക്കുവാൻ കർത്താവെ ആ മീൻ്റെ വായിൽ കാത്ത് സൂപ്പർ നാച്ചുറലായിട്ട് പൈസ കൊടുത്തെങ്കിൽ, ചന്ദ്രധർമ്മ പണം കൊടുത്തെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു സൂപ്പർ നാച്ചുറലായി തൻ്റെ കുഞ്ഞുങ്ങളുടെ സാമ്പത്തിക വിഷയത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. വലിയൊരു ഉണർവിന് വേണ്ടി കർത്താവ് ഈ ഭൂമിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. വലിയ ഹാർവസ്റ്റ് നടക്കാൻ പോകുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ നാളത്തെ കർത്താവെ ലോകമെമ്പാടും നാളെ കർത്താവിൻ്റെ ഉയർപ്പിനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരട്ടെ. ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിപ്പാൻ ഇടവരണം. ഇന്നലത്തെ മീറ്റിങ്ങുകളൊക്കെ അനുഗ്രഹമാക്കിയതിനും സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്നലത്തെ മീറ്റിങ്ങളെ അനുഗ്രഹിച്ച കർത്താവിന് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രഭാതത്തിൽ ഇന്നലെ കർത്താവിൻ്റെ കൃപയാൽ എല്ലാം അനുഗ്രഹമായിട്ട് തീർന്നല്ലോ. ലോകത്തെമ്പാടും ഗുഡ് ഫ്രൈഡേ സെലിബ്രേറ്റ് ചെയ്തു. ഇന്ന് പ്രഭാതത്തിൽ കൊലോസി ലേഖനം 2-ാം അധ്യായം, കൊലോസി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ
ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ച പ്രഭാതത്തിൽ ആമേൻ ദൈവവചനം നമ്മളെ ഒരു വലിയ ശക്തമായ സത്യം ഓർമ്മിപ്പിക്കുകയാണ്. യേശു വിജയം നേടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ശത്രുവിന് ഒരിക്കൽ നമ്മുടെ മേൽ ഒരു പിടിയുണ്ടായിരുന്നു. അതായത് യേശു കാൽവറി യാഗമാകുന്നതിന് മുമ്പ് ആമേൻ ശത്രുവിന് നമ്മുടെ മേൽ ഒരു പിടിയുണ്ടായിരുന്നു, പാപത്തിലൂടെയും കുറ്റബോധത്തിലൂടെയും ശിക്ഷാവിധിയിലൂടെയും. എന്നാൽ യേശു കുരിശിലേക്ക് പോയപ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, എത്ര പേര് വിശ്വസിക്കുന്നു ഈ ക്രൂശിലെ യാഗം നമ്മുടെ പാപത്തിന് പരിഹാരമായി? യേശു പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ് പോയത്. പഴയ നിയമത്തിൽ കുഞ്ഞാട് പാപം വഹിച്ചു കൊണ്ട് പോകുന്നത് പോലെ യേശു ആകുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാടായി നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമായത്. അതോടെ നമ്മുടെ പാപത്തിന് എന്തായി? പരിഹാരം വന്നു. അപ്പം യേശു ക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു. ആമേൻ. എന്നേക്കുമായി നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ തന്നു. അതിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പാപത്തിൽ നിന്ന് എന്നേക്കുമായി വിടുതൽ തന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, നമുക്കെതിരായുള്ള എല്ലാ ആരോപണങ്ങളും അവൻ റദ്ദാക്കുകയും ചെയ്തു. യേശു എന്നാ ചെയ്തു? നമുക്കെതിരായി ശത്രു പറഞ്ഞുകൊണ്ടിരുന്ന സകല ആരോപണങ്ങളെയും റദ്ദാക്കുകയും ചെയ്തു. എല്ലാ തെറ്റുകളുടെയും രേഖയെ അവൻ കുരിശിൽ തറച്ചു കളഞ്ഞു. അപ്പോൾ അതാണ് ആ 14-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിങ്ങൾ ഒന്നുകൂടെ വായിക്കണം. അവൻ നമുക്ക് അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ചു. നമ്മുടെ പാപങ്ങളെല്ലാം യേശു നമ്മളോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന രേഖകൾ അല്ലെങ്കിൽ കയ്യെഴുത്ത് എന്ത് ചെയ്തു? കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കുക മാത്രമല്ല, നമുക്ക് വിരോധമായി നമുക്കെതിരായുള്ള എല്ലാ ആരോപണങ്ങളെയും അവൻ റദ്ദാക്കുകയും ചെയ്തു. എല്ലാ തെറ്റുകളുടെ രേഖ, അതായത് നമ്മളെക്കുറിച്ച് പിശാച് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കയ്യെഴുത്തുകളെയും എന്ത് ചെയ്തു? അവൻ ക്രൂശിൽ തറച്ചു കളഞ്ഞു. മാത്രമല്ല അവൻ പൈശാചിക ശക്തികളെ എന്ത് ചെയ്തു? നിരായുധീകരിച്ചു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതാണ് പറയുന്നത് 15-ാമത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ സറണ്ടർ ചെയ്യിപ്പിച്ചു, നിരായുധീകരിച്ചു. അതായത് ശത്രുവിന് തൻ്റെ ആയുധങ്ങൾ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് വിരോധമായി പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ദാരിദ്ര്യം എന്ന ആയുധം, അവൻ കാലതാമസം വരുത്തുക എന്ന് പറയുന്ന ആയുധം, അവൻ നിരാശ കൊണ്ടിരുന്ന ആയുധങ്ങൾ, മുഖത്തിൻ്റെ ആയുധം, ഇതെല്ലാം എന്ത് ചെയ്തു? ആയുധങ്ങളെ നഷ്ടപ്പെടുത്തി. അവൻ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ ഇനി യാതൊരു അവകാശവുമില്ല. ഭയം, ലജ്ജ, ശിക്ഷാവിധി എന്നിവയ്ക്ക് ഇനി നമ്മുടെ മേൽ ഒരധികാരവുമില്ല. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇതെല്ലാം കർത്താവ് ക്രൂശിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ബോധ്യം വേണം, ഇതെല്ലാം തകർന്നതാണ്. ആമേൻ. ഈ ഭയം യേശു ക്രൂശിൽ തകർത്ത് കളഞ്ഞതാണ്. ആമേൻ. അവൻ്റെ നിരാശയുടെ പദ്ധതി, ഇതെല്ലാം ശത്രുവിൻ്റെ ഓരോ ആയുധങ്ങളാണ്. നമുക്ക് നിരാശ തരിക, നമുക്ക് ഭയം തരിക, നമ്മുടെ മനസ്സിൽ ഭയങ്കര കുറ്റബോധം കൊണ്ടുവരിക. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ആകെ നിരാശപ്പെട്ട് തളർന്ന്, അയ്യോ ഇനി എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലേ, ഇനി എനിക്ക് ജീവിക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ അതെല്ലാം കർത്താവ് എന്ത് ചെയ്തു? ശത്രുവിൻ്റെ ആയുധങ്ങളെ എന്ത് ചെയ്തു? നിരായുധീകരിച്ച് കളഞ്ഞു. ആമേൻ. ഇതിനൊന്നും നമ്മുടെ മേൽ എന്തില്ല? അധികാരമില്ല. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കിക്ക്. അവിടെ പറയുന്നൊരു വാക്യമുണ്ട്. യേശു ശത്രുവിനെ ആമേൻ രഹസ്യമായിട്ടല്ല പരാജയപ്പെടുത്തിയത്. അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ? അവൻ കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് പരസ്യമായി. ഇപ്പം ഏലിയാവ് പണ്ട് കർമ്മേലിൽ നിന്ന് വെല്ലുവിളിക്കുമായിരുന്നു ബാലിൻ്റെ പ്രവാചകന്മാർ, ഇന്ത്യയിൽ നിങ്ങളുടെ ദൈവം എവിടെ പോയി? ചായ കുടിക്കാൻ പോയിരിക്കുകയാണോ? ബാത്റൂമിൽ പോയിരിക്കുകയാണോ? എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിച്ചതുപോലെ പരസ്യ കാഴ്ചയാക്കി മാറ്റിയെന്നാണ് പറഞ്ഞു. അതായത് പരസ്യമായിട്ട് പരാജയപ്പെടുത്തി. അവൻ അതിൽ പരസ്യമായ വിജയം നേടി. പരാജയം പോലെ തോന്നിച്ച ക്രൂശ് എന്ത് ചെയ്തു? വിജയത്തിൻ്റെ സ്ഥലമായി മാറി. ക്രൂശിൽ കിടക്കുമ്പോൾ യേശു ഇങ്ങനെ ക്രൂശിൽ മരിച്ചു കിടക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ പരാജയപ്പെട്ടല്ലോ ആമേൻ എന്ന് പറഞ്ഞെടുത്ത് അതെന്തായി മാറി? ആക്ച്വലി അത് ശരിക്കും വിജയത്തിൻ്റെ സ്ഥലമായി മാറി. അതിനാൽ ഇന്ന് രാവിലെ, ഈ ശനിയാഴ്ച രാവിലെ വിജയത്തോടെ നടക്കുക പ്രിയപ്പെട്ടവരെ. ആമേൻ. നമുക്ക് ക്ഷമ, നമ്മുടെ പാപങ്ങൾക്ക് പൂർണ്ണ പരിഹാരം വന്നു. അതുമാത്രമല്ല, നമ്മൾ ശത്രുവിൻ്റെ സകല പദ്ധതികളും സ്വതന്ത്രരായി. അതും മാത്രമല്ല, ഇനി നമ്മുടെ മേലൊരു ശിക്ഷാവിധിയില്ല. ശത്രുവിൻ്റെ ആയുധങ്ങൾ തകർക്കപ്പെട്ടു. അതുകൊണ്ട് ഇപ്പം ധൈര്യമായിട്ട് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ മേൽ പിശാചിന് യാതൊരു നിയന്ത്രണവുമില്ല. അത് ബോധ്യത്തോടെ ആമേൻ നമ്മൾ ജയത്തോടെ ജീവിക്കുക. ആമേൻ. ക്രിസ്തുവിൻ്റെ വിജയത്തിൽ നമ്മൾ നിൽക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക.
ആമേൻ. ഞാൻ ക്രിസ്തുവിൻ്റെ വിജയത്തിലാണ് നിൽക്കുന്നത്, ഞാൻ വിക്ടറി സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ആ ഒരു ബോധ്യത്തിൽ ആമേൻ ജയത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. പിശാചിന് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവുമില്ല. ആമേൻ. ഇന്നലെ കർത്താവ് ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ സെലിബ്രേറ്റ് ചെയ്തെങ്കിൽ ഓർത്തെങ്കിൽ ആമേൻ, പാപം മാത്രമല്ല ക്ഷമിച്ചത്, ശത്രുവിൻ്റെ ആയുധങ്ങളെ തകർത്ത് കളഞ്ഞു, ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്ത് കളഞ്ഞു. നമുക്കെതിരായി എഴുതി വെച്ചിരുന്ന സകല രേഖകളും അത് ആമേൻ ക്രൂശിൽ തറഞ്ഞ് അതിന്മേൽ ജയം തന്നിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ ജയാളികളായി ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ കേട്ടോ. സന്തോഷമായിട്ട് ജീവിക്കുക. ആ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. കരം ഉയർത്തി പറ, ഹല്ലേലൂയ. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കണ്ട എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തിരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.